എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിനോട് വളരെ അടുത്തായിട്ട് കുഴുവേലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നുള്ളത്. മെയിൻ കുഴുവേലിപ്പടി എറണാകുളം എടപ്പള്ളി ബസ് റൂട്ടും കൂടിയാണ്. എടപ്പള്ളി ബസ് റൂട്ടിൽ നിന്നും ഒരു 1/2 കിലോമീറ്റർ മാറിയിട്ട് നല്ലൊരു വില്ലയിലാണ്. മാത്രമല്ല 3 സെൻറ്റും 400 ലിങ്സുമാണ് ലാൻഡ് വരുന്നത്. 1500 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. മനോഹരമായിട്ടാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കിനി ഇതിൻ്റെ എലിവേഷൻ ഒന്ന് കാണാം. നാലര മീറ്റർ വൈഡ് റോഡ് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് മെയിൻ റോഡിൽ നിന്ന് കടന്നു വരുന്ന വീതിയുള്ള റോഡ് തന്നെയാണ്. 2 സൈഡ് വഴി വരുന്നതുകൊണ്ട് തന്നെ മതിലിൻ്റെ 2 സൈഡിലും ടെക്സ്റ്റ് വർക്ക് വരുന്നുണ്ട്. പില്ലറിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗേറ്റിലേക്ക് വരാം. മനോഹരമായിട്ട് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ട്യൂബിൽ തന്നെയാണ് CNC കട്ടിംഗ് ഒക്കെ വരുന്നുണ്ട്. 2ആയിട്ട് ഫോൾഡ് ചെയ്യുന്ന രീതിയിൽ അവിടെയും ഒന്ന് സ്ലൈഡ് ചെയ്യുന്ന രീതിയിൽ ഇവിടെയും വന്നിട്ടുണ്ട്. നേരെ നമുക്ക് കോമ്പൗണ്ടിനകത്തേക്ക് വരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ കാർ പാർക്കിംഗ് ഏരിയയിലാണ്. താഴെ കൊടുത്തിരിക്കുന്നത് കടപ്പാക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസും തന്നെയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. വീടിൻ്റെ ദർശനം വരുന്നത് നോർത്ത് സൈഡാണ്, അതായത് വടക്കോട്ടാണ് വീടിൻ്റെ ദർശനം വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിൽ തന്നെ നല്ലൊരു കിണർ വരുന്നുണ്ട്. ഈ ഭാഗം വരുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. ഇവിടെയും ഒരു വാഹനം കടന്നു വീഴുന്ന രീതിയിൽ സ്പേസ് കിട്ടിയിട്ടുണ്ട്. കടപ്പാക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇവിടെ വന്നിട്ടുണ്ട്. ആ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണ്. വെസ്റ്റ് സൈഡിലും സ്പേസ് കൊടുത്തിട്ടുണ്ട്, നടക്കാനുള്ള സ്പേസും അതുകൂടാതെ തന്നെ പെരുമാറാനുള്ള സ്പേസും നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. നല്ലൊരു സിറ്റ് ഔട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 3 ചെയറിനുള്ള സ്പേസ് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരെ ഡോറിലേക്ക് വരാം. നല്ലൊരു ഡോറ് വന്നിട്ടുണ്ട്. നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് വീടിൻ്റെ ദർശനം വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ നോർത്തിലേക്ക് തന്നെയാണ് ഡോറ് കൊടുത്തിട്ടുള്ളത്. നേരെ നമുക്ക് അകത്തേക്ക് വരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ലിവിങ് സ്പേസിലാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. 12 അടി നീളവും 10 അടി വീതിയുണ്ട്. മനോഹരമായിട്ട് ഇതിൻ്റെ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. ഒരു വുഡിൻ്റെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മനോഹരമായിട്ട് TV സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡാണ്. ഫ്രഞ്ച് വിൻഡോസ് ആയിട്ട് 2 പാളി ജനൽ വരുന്നുണ്ട്. ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണ്. അവിടെയും 3 പാളി ജനൽ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. നേരെ നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് പോകാം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഡൈനിങ് സ്പേസിലാണ്. 15 അടി നീളവും 10 അടി വീതിയുള്ള വലിപ്പമുള്ള ഒരു ഡൈനിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല മേലെയായിട്ട് ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സീലിംഗ് ലൈറ്റ് വരുന്നുണ്ട്. ഭംഗിയുള്ള ഒരു വാഷ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കൗണ്ടർ വാഷ് ബേസിനാണ് വന്നുള്ളത്. ജാഗോൻ്റെ ഫിറ്റിങ്സ് വന്നിട്ടുണ്ട്. മിറർ അതുപോലെ തന്നെ ടെക്സ്റ്റ് വർക്ക് വരുന്നുണ്ട്. LED ലൈറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു വാഷ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് ഈസ്റ്റ് സൈഡാണ്. അവിടെയായിട്ട് 3 പാളി ജനലാണ് വന്നുള്ളത്. പിന്നെ ഇവിടെയായിട്ട് സ്റ്റെയറിന് അടി പൂർണ്ണമായിട്ടും കവർ ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടറും മറ്റൊക്കെ വെക്കാനുള്ള സ്പേസ് ആയിട്ട് നമുക്ക് അതിനെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ കയറി വരുന്ന എൻട്രൻസിനോട് ചേർന്ന് തന്നെയായിട്ട് നല്ലൊരു മൾട്ടിവുഡിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റോട് കൊടുത്തിട്ടുണ്ട്. അത് നേരെ വാഷ് ഏരിയയിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഡൈനിങ് സ്പേസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കൂടാതെ തന്നെ ഓപ്പൺ കിച്ചനാണ് വന്നുള്ളത്. അപ്പോൾ നല്ലൊരു കൗണ്ടർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. കോക്കറി ഷെൽഫ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മേലെയായിട്ട് LED ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ലൊരു കൗണ്ടറും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് ഇതിൻ്റെ കിച്ചണിലാണ്. സൗത്ത് ഈസ്റ്റ് കോർണറിലാണ് കിച്ചൺ വന്നുള്ളത്. ഈസ്റ്റിലേക്ക് കത്തിക്കാവുന്ന രീതിയിൽ നമുക്ക് ഹുഡും ഹോബും അറേഞ്ച് ചെയ്യാവുന്നതാണ്. മനോഹരമായിട്ട് ഇവിടെ കബോർഡുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ല കളർ പാറ്റേൺ വരുന്നുണ്ട്. മാത്രമല്ല പ്രൊഫൈൽ ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. നല്ലൊരു സിങ്ക് വരുന്നുണ്ട്. 2 ടാപ്പ് വരുന്നുണ്ട്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്നത് ഒരു ഓപ്പൺ കൗണ്ടറാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അവിടെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ തുറക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ഓപ്പൺ കിച്ചൺ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് ഇതിൻ്റെ ബെഡ്റൂമിലാണ്. മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. ഇതിൻ്റെ നീളം വരുന്നത് 14 അടി നീളവും 11 അടി വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. സീലിംഗ് ലൈറ്റുകൾ വരുന്നുണ്ട്. ഈ കാണുന്നത് വെസ്റ്റ് സൈഡാണ്. അവിടെ 3 പാളി ജനൽ. ഇത് സൗത്ത് സൈഡാണ്. അവിടെയും ഓരോ പാളി വീതം ജനൽ വന്നിട്ടുണ്ട്. ഈ കാണുന്ന മനോഹരമായിട്ട് കബോർഡ് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു മിറർ വരാനുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആയി കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ഡ്രസ്സിംഗ് ടേബിളൊക്കെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ബാത്റൂമിലാണ്. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് വാഷ് ബേസും വന്നിട്ടുണ്ട്. മിറർ, ലൈറ്റ്, സിംഗിൾ
പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. ഷവർ ഏരിയ വന്നിട്ടുണ്ട്, ജാങ്കോന്റെ ഫിറ്റിംഗ്സ് ആണ്, റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ഹീറ്ററിന്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇവിടെ സോപ്പ് ട്രേയും കൊടുത്തിട്ടുണ്ട്, ടൗൾ റാഡ് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ബാത്റൂം നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. താഴെ വന്നിരിക്കുന്നത് മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി വന്നിരിക്കുന്നത് ഗ്ലോസിയാണ്. നല്ലൊരു ഫൈബർ ഡോറും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോകാം. സ്റ്റെയർ വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്, സ്റ്റീലിന്റെ ഹാൻഡിലാണ് വന്നുള്ളത്. നമുക്ക് ഈസി ആയിട്ട് മേലേക്ക് കയറാം. ഈ വശം വരുന്നത് നോർത്ത് സൈഡാണ്. അവിടെ വിൻഡോസ് വരുന്നുണ്ട്, മേലെയും വിൻഡോസ് കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ മേലെ ഭംഗിയായിട്ട് സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റുകളും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മേലേക്ക് കയറാം. നല്ലൊരു അപ്പർ ലിവിംഗ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്. അവിടെ പെർഗുളാസ് വരുന്നുണ്ട്, മേലെ ഭംഗിയായിട്ട് സീലിംഗ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. നേരെ നമുക്ക് ഇനി ബെഡ്റൂമിലേക്ക് പോകാം. നമ്മളിപ്പോൾ അപ്പർ ലിവിംഗ് സ്പേസിൽ ഫസ്റ്റ് ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഇതിന്റെ നീളം വരുന്നത് 14 അടി നീളം വരുന്നുണ്ട്, 11 അടി വീതിയും വരുന്നുണ്ട്. ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണ്, 3 പാളി ജനൽ. ഇത് സൗത്ത് സൈഡാണ്, ഓരോ പാളി വീതം ജനൽ വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്, സീലിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഇവിടെയായിട്ട് കബോർഡും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭംഗിയുള്ളൊരു കബോർഡ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബാത്റൂമിലേക്ക് വരാം. നല്ലൊരു ബാത്റൂം കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഷവർ ഏരിയയിലാണ്. ഡൈവേർട്ടർ വന്നിട്ടുണ്ട്, ജാങ്കോന്റെ ഡൈവേർട്ടർ ആണെന്നുള്ളത്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ഹീറ്റിന്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, എക്സോസ്റ്റ് വരുന്നുണ്ട്, ഇവിടെ ഒരു വിൻഡോസും വന്നിട്ടുണ്ട്, സോപ്പ് ട്രേയും ടവൽ റാഡും വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്, സെറയുടെയാണ്. വാഷ് ബേസിനും മിററും ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയുള്ള ഒരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസി ആണ് വന്നുള്ളത്. നല്ലൊരു ഫൈബർ ഡോറും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നമ്മളിപ്പോൾ അപ്പർ ലിവിംഗ് സ്പേസിൽ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഇതിൻ്റെ നീളം വരുന്നത് 16 അടിയോളം നീളം വരുന്നുണ്ട്, 11 അടിയോളം വീതിയും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്, സീലിംഗ് ലൈറ്റുകൾ വരുന്നുണ്ട്. ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡും ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡുമാണ്. അപ്പം നോർത്ത് വെസ്റ്റ് കോർണറായിട്ട് വരും. ഭംഗിയായിട്ട് ഇവിടെ കബോർഡ് ചെയ്തിട്ടുണ്ട്, 3 പാർട്ടായിട്ട് തുറക്കുകയും ചെയ്യും. ഇവിടെ സ്റ്റോറേജ് സ്പേസ് ആയി കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് ഒന്ന് വരാം. ഷവർ ഏരിയയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഡൈവേർട്ടർ വന്നിരിക്കുന്നത് ജാഗോറിൻ്റെ ആണ്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ഹീറ്ററിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, എക്സോസ്റ്റ് വരുന്നുണ്ട്, വിൻഡോ വരുന്നുണ്ട്. പിന്നെ ഇവിടെയായിട്ട് ടവൽ റാഡ് കൊടുത്തിട്ടുണ്ട്, സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. അതുപോലെ തന്നെ വാഷ് ഏരിയ വന്നിട്ടുണ്ട്, മിറർ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയുന്നത് ഇതിൻ്റെ ടൈലും താഴെ കൊടുത്തിരിക്കുന്ന ടൈല് മാറ്റ് ടൈലാണ്. ഭിത്തി വന്നിരിക്കുന്നത് ഗ്ലോസിയാണ്, ഫൈബർ ഡോർ തന്നെയാണ് വന്നുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് പോകാം. നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാവുന്നതാണ്, വാട്ടർ പോയിന്റ് വരുന്നുണ്ട്, പവർ പോയിന്റ് വരുന്നുണ്ട്, വേസ്റ്റ് ലൈൻ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാവുന്നതാണ്. ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ്. അപ്പോൾ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു യൂട്ടിലിറ്റി ഏരിയ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് പോകുന്ന എൻട്രൻസ് കൊടുത്തിട്ടുള്ളത്. സ്ക്വയർ ട്യൂബിൽ തീർത്ത ലാഡർ തന്നെയാണ്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ ലാഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് മേലേക്ക് കയറാം. മേലെ നമ്മൾ ഡ്രസ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണി ഒന്ന് കാണാം. ഇപ്പോൾ നമ്മളിതിൻ്റെ ബാൽക്കണിയിലാണ് വന്നുള്ളത്. ഒരു 4 ചെയറിടാനുള്ള സ്പേസ് നമ്മുടെ ഈ ബാൽക്കണിക്ക് ഉണ്ട്. അപ്പം റോഡിനോട് അഭിമുഖമായിട്ട് തന്നെയാണ് ബാൽക്കണി വന്നുള്ളത്. സ്റ്റീലിൻ്റെ ഹാൻഡിൽ വന്നിട്ടുണ്ട്, ടഫിൻ്റെ ഗ്ലാസും വന്നിട്ടുണ്ട്. മനോഹരമായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 6 കിലോമീറ്റർ മാറിയിട്ട് എടപ്പള്ളി റൂട്ടിനോട് വളരെ അടുത്തായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. സ്ഥലം വരുന്നത് 3 സെൻറ്റും 400 ലിങ്സുമാണ്. 1500 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇതിന് ചോദിക്കുന്ന വില 65 ലക്ഷം രൂപ മാത്രമാണ്. ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിൾ ആണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയതുകൊണ്ട് തന്നെ എല്ലാ ബാങ്കിൽ നിന്നും നമുക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇത് കാണുവാനും ഇതെടുക്കുന്നതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല പ്രവാസികളായിട്ട് സുഹൃത്തുക്കളോട് എടുത്തു പറയുകയാണ്, നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയൊരു പ്രോപ്പർട്ടിയും കൂടിയായിരിക്കും. അപ്പോൾ മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.